സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ തിരുനാൾ. ദേവാലയം തകരുന്നതിൻ്റെ അടയാളം എന്തായിരിക്കുമെന്ന് നാഥനോട് ചോദിച്ചവരുടെ കൂട്ടത്തിൽ അന്ത്രയോസും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ ലൂക്കാ 21, മർക്കോസ് 13 കുഞ്ഞാട് തന്നെയാണ് നവ ജെറുസലേമിൻ്റെ ദേവാലയം എന്ന വെളിപാടിൻ്റെ പുസ്തകം പറഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ ദൈവക്കുഞ്ഞാടിനെ, ലോകത്തിൻ്റെ പാപങ്ങൾ നയിക്കുന്ന ദൈവക്കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് സ്നാപകൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞത്. യോഹന്നാൻ 1. അവരിൽ 2 പേർ അന്ന് ക്രിസ്തുവിനെ പിൻചെന്നു. അവരിൽ ഒരാളായിരുന്നു അന്ത്രയോസ്. അവൻ നാഥനോട് ആദ്യമേ ചോദിച്ചത്, നാഥ, നീ എവിടെ വസിക്കുന്നുവെന്നാണ്. നാഥൻ പറഞ്ഞു, വന്ന് കാണുക എന്ന്. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തനിയായ അർത്ഥം അവൻ തേടുന്നു. നാഥൻ അവനോട് പറഞ്ഞു, വന്ന് കാണുക എന്ന്. അവൻ നാഥനെ പിൻചെന്ന് നാഥനോടൊപ്പം പാർത്തു. പിറ്റേ ദിവസം അവൻ തിരിച്ചു വന്ന സഹോദരനായ പത്രോസിൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടുവെന്ന്. വളരെ സമുന്നതമായ വിശ്വാസ പ്രഖ്യാപനമാണ്. അതും സുവിശേഷത്തിൻ്റെ ആദ്യ താളുകളിൽ അന്ത്രയോസ് കാഴ്ചവെക്കുന്നത്. എല്ലാവരെയും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആനയിക്കുന്നൊരു സ്വഭാവഗതി, വിശ്വാസശീലം അന്ത്രയോസ് ശ്ലീഹ പ്രകടമാക്കുന്നുണ്ട് സുവിശേഷത്തിലുടനീളം. കുരിശിൻ്റെ ദിവ്യരഹസ്യം അത്രമേൽ ജീവിതത്തിൽ ചാലിച്ചു ചേർത്ത, അതിനെ പുണർന്നൊരു ശ്ലീഹായാണ് അന്ത്രയോസ് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ കൊല്ലപ്പെട്ടതും എക്സ് ആകൃതിയിലുള്ള ഒരു കുരിശിലാണല്ലോ, ക്രൂക്സ് ദെക്കുസാത്ത. കർത്താവിൻ്റെ കുരിശിന് കർത്താവിൻ്റെ മരണത്തിൽ പിന്നെയാണ് അർത്ഥം കൈവന്നതെന്ന് പറയാറുണ്ട്. എന്നാൽ അന്ത്രയോസ് വരച്ച ഈ കുരിശ് അതിൻ്റെ ആകൃതി കൊണ്ട് തന്നെ ആഴമേറിയ അർത്ഥഗർഭങ്ങളുമായിട്ടാണ് ആദ്യമേ തന്നെ വരുന്നത്. ലോഡഡ് വിത്ത് മീനിങ്സ്. എക്സ് എന്ന ആ ആകൃതി നിരോധം, നിഷേധം എന്നിവയെ സൂചിപ്പിക്കുന്നൊരു അടയാളം കൂടിയാണ്. നെഗേഷൻ. ദൈവം നമ്മുടെ ചില പദ്ധതികളെ വിലങ്ങിടുന്നുണ്ട്, വിലക്കുന്നുണ്ട്. മാത്രമല്ല, കൊളോസിയരോട് ശ്ലീഹ പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ പാപത്തിൻ്റെ കടപ്പത്രങ്ങളെ കുരിശിൽ റദ്ദാക്കിയില്ലേ. അതിൻ്റെ കൂടി അടയാളമാണ് ഈ കുരിശ്, എക്സ് എന്ന കുരിശ്. എക്സ് ഒരു പെരുക്കച്ചിഹ്നം കൂടിയാണ്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ. ദൈവത്തിൻ്റെ ഹിതം അധികരിക്കുന്നതിൻ്റെ വിചിത്ര വഴിയാണ് കുരിശ്. പിന്നെ അത് ആശ്ലേഷത്തിൻ്റെ ഒരു ചിഹ്നം കൂടിയാണ്, അഫെക്ഷൻ. ക്രിസ്തുരാജൻ്റെ തിരുനാളിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം തൻ്റെ കുരിശിൻ്റെ തീപ്പൊയ്കയിൽ ഉരുകുമ്പോൾ തന്നെയാണ് നമ്മെ സ്നേഹത്തോടെ കരുണയോടെ ആശ്ലേഷിച്ചത്. വിശുദ്ധ ജെറമ്യ 31 വ്യാഖ്യാനിക്കുമ്പോൾ യാക്കോബ് പണ്ട് തൻ്റെ പേരക്കിടാങ്ങളായ മനാസയെയും എഫ്രായിമിനെയും ആശീർവദിക്കുന്നൊരു ഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവിക ക്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാനായിട്ട് മനാസയ്ക്ക് ആദ്യം കിട്ടുന്ന രീതിയിൽ, മനാസയുടെ തലയിൽ വലതുകരം വരുന്ന രീതിയിലാണ് അവരെ നിർത്തിയിരുന്നത്. എന്നാൽ യാക്കോബ് അവരെ ആശീർവദിക്കുമ്പോൾ കൈകൾ കുരിശാകൃതിയിൽ പിണച്ചുപിടിച്ച് ആദ്യം വലതുകരം എഫ്രായിമിൻ്റെ തലയിലാണ് വയ്ക്കുന്നത്. ഇൻ മിസ്റ്റേരിയോ ക്രൂച്ചിസ് ദ കുസാത്ത മാനിബൂസ്. അങ്ങനെയാണ് വിശുദ്ധ ജെറോം അതിനെ വിവരിച്ചത്. കുരിശിൻ്റെ ദിവ്യരഹസ്യം പൂണ്ട് യാക്കോബ് കുരിശുപോലെ അവൻ്റെ കൈ വിലങ്ങിപ്പിടിച്ച് നീട്ടിയെന്ന്. അന്ത്രയോസിൻ്റെ കുരിശിനെ നാം ക്രൂക്സ് ദെക്കുസാത്ത എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ദൈവം ലോകക്രമങ്ങളെയും ലോകത്തിൻ്റെ ഇംഗിതങ്ങളെയും തകിടം മറിക്കുന്നൊരു രീതി കൂടിയാണ് ഈ കുരിശ്. മനുഷ്യപുത്രൻ്റെ അടയാളം തന്നെയാണത്. ശ്രീഹന്മാർ ചോദിച്ച ആ അടയാളം. ഈ അടയാളം കാലത്തിൻ്റെ ഗതികളിൽ നിന്ന് വായിച്ചെടുക്കാനാണ് നമ്മൾ ക്ഷണിക്കപ്പെടുന്നത്. സഭയുടെ ചരിത്രത്തിലെ പല മുറിവുകളുടെയും ഉണങ്ങാത്ത വടുക്കളുടെയും ഓർമ്മകൾ കൂടി ഈ തിരുനാൾ ഉണർത്തുന്നുണ്ട്. ആദിമസഭയുടെ ഉറവകളിലേക്ക് ചെന്ന് സഭയെ മനസ്സിലാക്കാനും മുറിവുണക്കാനും ഇത് നമ്മളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞയാഴ്ച ധ്യാനിച്ചതുപോലെ മാർപ്പാപ്പയുടെ ആ എഴുത്തിൽ നിന്ന് എക്ലസിയോളജിക്കൽ മോണോഫിസൈറ്റിസം, അതിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ സഭ ദൈവിക ഭാവം മാത്രമല്ല മാനുഷിക പരിമിതികളും ഉൾച്ചേരുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് സഭയെ തിരുത്താനും സ്നേഹിക്കാനും. രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് പഴയ പ്രതാപപൂർണമായ റോമാ സാമ്രാജ്യം പടിഞ്ഞാറും കിഴക്കുമായി പിരിഞ്ഞുപോയിട്ടുണ്ട്, റോമായും ബൈസന്റിയവും. ഈ രാഷ്ട്രീയ പകർച്ചകൾ വിശ്വാസത്തിൻ്റെയും ആചാരക്രമങ്ങളുടെയും സംബന്ധിച്ച തർക്കങ്ങളിലും നിഴലിക്കാറുണ്ട്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ റോമായുടെ പതനവും ആ പിടച്ചിലിൽ നമ്മൾ ഓടി മാറേണ്ടതിൻ്റെ ആവശ്യകതയും ഇതുകൊണ്ട് തന്നെയാണ് വ്യക്തമാകുന്നത്. ഓടി മാറിയില്ലെങ്കിൽ നമ്മളും അതേ വീഴ്ചകളിൽ ചെന്ന് പതിക്കും. നഗരം വീണതുപോലെ നാഗരികനും വീഴും. അങ്ങനെ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൻ്റെ ആദ്യത്തിൽ അസാധാരണമായൊരു പിളർപ്പ് സഭയുടെ നെഞ്ചത്ത് വീണിട്ടുണ്ട്. അതിന്നും ഉണങ്ങാതെ കിടക്കുകയാണ്. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ആ പിളർപ്പ്. പത്രോസിൻ്റെ പിൻഗാമിയായ റോമിൻ്റെ മെത്രാൻ മാർപ്പാപ്പയാണ്
അന്ത്രയോസിന്റെ പിൻഗാമിയായ കോൺസ്റ്റാന്റിനോപ്പിൾ മെത്രാപ്പോലീത്ത പൗരസ്ത്യ പാത്രിയാർക്കീസുമാണ്. 1964 പോൾ ആറാമൻ മാർപ്പാപ്പയും അത്തനഗോറസ് പാത്രിയാർക്കീസും തമ്മിൽ പരസ്പരം ആശ്ലേഷിച്ചത് തുടങ്ങി ഇന്നുവരെ ഈ പരിശുദ്ധ പിതാക്കന്മാർ ഈ തിരുനാളിനോടനുബന്ധിച്ച് ലേഖനങ്ങൾ കൈമാറുകയും സമ്മാനങ്ങൾ കൈമാറുകയും പരസ്പരം ആശ്ലേഷിക്കുകയും ചെയ്യാറുണ്ട്. വിശ്വാസപരമായ തലങ്ങളിലും ഈ ആശ്ലേഷം പ്രതിഫലിക്കാറുമുണ്ട്. സഭ ഒരേ ഇടയനും ഒരാട്ടിൻ പറ്റവുമായി തീരുന്ന കാലങ്ങൾ വിദൂരമല്ല. കുരിശിന്റെ പരിണതി തന്നെ അതാണല്ലോ. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് നാഥൻ പറഞ്ഞതുപോലെ. ആഗോള സഭയിലെ സാഹോദര്യം കോൺഫ്രാറ്റേണിറ്റി സൂചിപ്പിക്കുന്ന ഒരു ശീർഷകം മാർപ്പാപ്പമാർക്കുണ്ടായിരുന്നു. AD 642 മുതൽ പേട്രിയാർക്ക് ഓഫ് ദ വെസ്റ്റ്, പടിഞ്ഞാറിന്റെ പാത്രിയാർക്കീസ് എന്നൊരു ശീർഷകം. എന്നാൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ അത് റദ്ദാക്കിയിരുന്നു. കിഴക്കിന്റെ പാത്രിയാർക്കീസിന്റെ സഹോദരൻ എന്ന നിലയിൽ മാർപ്പാപ്പയെ വിശേഷിപ്പിക്കാൻ ഈ പദം ഉപയുക്തമായിരുന്നു. അന്ത്രയോസിന്റെ സഹോദരനായ പത്രോസിന്റെ ഓർമ്മയുണർത്തിക്കൊണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയാകട്ടെ പിന്നിലേക്ക് നടന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ആത്മീയ ശൈലിയുടെ വിശാരദനാകയാൽ ഈ ശീർഷകം ടൈറ്റിൽ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. പടിഞ്ഞാറിന്റെ പാത്രിയാർക്കീസ് എന്ന തലക്കെട്ട്, തലക്കനങ്ങൾ അഴിച്ചുവെക്കുന്ന ആ തലക്കെട്ട്, അപരന്റെ ഭാരം ചുമക്കാൻ പഠിപ്പിക്കുന്ന അന്ത്രയോസിന്റെ തലച്ചുമട്.